ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വേവി ഹെയർ സ്റ്റൈൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വരച്ചൊരു വേവി ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫേസ് ഡ്രോയിങ് ഞാൻ ലൂമിസ് മെത്തേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റെഫറൻസ് ഇമേജ് വെച്ചിട്ട് വരച്ചെന്നേ ഉള്ളൂ. അപ്പം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ എങ്ങനെ വരച്ചത് എന്നുള്ളത്. പക്ഷെ ഹെയർ സ്റ്റൈൽ അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു വേവി ഹെയർ വാട്ടർ കളർ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെൻസിൽ അല്ലാതെ വാട്ടർ കളർ വെച്ചിട്ടും ചെയ്യാം. അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാം റെക്കോർഡിൽ ചെയ്തത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു
പെൻസിൽ ഡ്രോയിങ്, ജസ്റ്റ് പെൻസിൽ ഡ്രോയിങ് ആണ്, ഒരു ഔട്ട്ലൈൻ പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കളർ ചെയ്യാം. വേവി ഹെയർ ഞാൻ ഹെയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ പെൻസിൽ എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഏത് പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യാറ് എന്നെല്ലാം. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ കാണാം കേട്ടോ. എന്തായാലും ഞാൻ സ്റ്റേറ്റ്ലറിൻ്റെ വാട്ടർ കളർ പെൻസിൽസ് ആണ് പൊതുവേ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു ബ്രൗണിഷ് ഹെയർ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പെൻസിൽസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനൊരു ലൈറ്റായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രൗൺ കളേഴ്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഓൾറെഡി ഏതൊക്കെയാണ് കളേഴ്സ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് എടുത്ത് വെക്കാം. പോകുന്നുണ്ട്. അപ്പോൾ ഷാർപ്പൻ ചെയ്താലും ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോയിട്ടൊരു പണിയാവുന്നുണ്ട്. നോക്കാം. ഓക്കെ.
പറഞ്ഞില്ലേ പൊട്ടി പൊട്ടി പോകും. അങ്ങനെയാണ് ഈ പെൻസിലിൻ്റെ ഒരു പ്രശ്നം. അതാണ്. സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. നമ്മളിൽ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി കിട്ടും. ഓക്കെ. ഇത് ഡോംസിൻ്റെ ആണ്. ഡോംസിൻ്റെ വാട്ടർ കളർ പെൻസിലാണ്. ബ്ലാക്ക് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് കട്ടി കൂട്ടാൻ വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് പെൻസിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ വരുന്നത്. ഇനി നമ്മൾ വാട്ടർ കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ചെയ്യാം. മറ്റേ സൈഡ് ഇപ്പം ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് സൈഡ് നമുക്ക് ചെയ്യാം.
ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് പെൻസിലാവുമ്പോഴുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ സ്റ്റേറ്റ്ലർ പെൻസിലിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയതാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പം ആ ഒരു കട്ടി കിട്ടുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഷാർപ്പൻ ചെയ്യുമ്പോൾ വേഗം ഇതിങ്ങനെ ഈ ഒരു സംഭവമില്ലേ അതിങ്ങനെ ഒടിഞ്ഞു പോകുന്നുണ്ട്. ഒടിഞ്ഞു പോവാന്ന് പറയില്ലേ, അങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവർ ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്നില്ല. ഷാർപ്പൻ ചെയ്താൽ നമുക്ക് ഈ ഹെയറൊക്കെ നല്ല നൈസായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഡോംസ് നല്ല കളറ് കിട്ടുന്നുണ്ട്, ഇതിലത്ര കളറ് കിട്ടുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഇനിയും ഡാർക്കൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഓവർ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പേപ്പർ ഇതിവിടെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഉരിഞ്ഞിങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഏകദേശം സെറ്റായെന്ന് കാണുകയാണെങ്കിൽ നിർത്തുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗണിൽ കുറച്ച് ബ്ലാക്കും കൂടെ കൊടുത്തിട്ടുള്ള ഒരു ഹെയറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പല ഡിഫറെൻറ്റ് കളേഴ്സ്, എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഗ്രീൻ ഹെയർ കളറൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പല ഹെയർ കളേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള തരത്തിൽ എല്ലാം വരയ്ക്കാം. ഇത് വേവി ഹെയർ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കിൻ കളർ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് വേവി ഹെയർ വരച്ചത് കാണിച്ചതാണ് കേട്ടോ. ഇനി ഞാനൊന്ന് സ്കിൻ കളർ കൊടുത്ത് നോക്കാം, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതണു. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചിത്രവസ്ത്ര ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ പെൻസിൽ ഡ്രോയിങ്ങും ഹാൻഡ് സ്കെച്ചിങ്ങും അങ്ങനെ ഫാഷൻ ഇല്ലസ്ട്രേഷൻ ആ രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട്. അത് പലരും പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. മറ്റേത് ഞാൻ ഐപാഡിലുള്ള പ്രൊക്രിയേറ്റ് ഡ്രോയിങ്സ് മാത്രമായിരുന്നു ചിത്രവസ്ത്രയിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കണം, ഒന്ന് ചെയ്ത് കാണിക്കും, എങ്ങനെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് അവർക്കും കിട്ടുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഫേസ് പെയിൻറ്റിങ്ങും കൂടെ ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്ലുക്ക് കാണിക്കാം. അതുവരെ ബൈ.